യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ് ജ്ഞാനം. ജ്ഞാനം ലഭിക്കുന്നവനും അറിവ് നേടുന്നവനും ഏറെ ഭാഗ്യവാനാണ്. കാരണം അവയുടെ നേട്ടം സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും ഏറെ ശ്രേഷ്ഠത നിറഞ്ഞതാണെന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന കപടഹൃദയങ്ങളിൽ ജ്ഞാനം ഒരിക്കലും പ്രവേശിക്കുകയില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ജ്ഞാനം സമ്പാദിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെപ്പറ്റി വിശകലനം ചെയ്യുകയാണ് ഇന്നത്തെ ഷേമ ഇസ്രായേൽ. ഇന്ന് നമുക്കായി വചനം പങ്കുവെച്ച് നൽകുന്നത് കാരിയസ് ഭവനിൽ നിന്നും ഫാദർ കുര്യൻ കാരിക്കലാണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ ഷേമ ഇസ്രായേലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഞാൻ മറ്റക്കര മണ്ണൂർപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. അവൾ 10ാം ക്ലാസ്സിൽ നന്നായി പഠിച്ചതായിരുന്നു. പരീക്ഷ സമയമായപ്പം കൊച്ചിന് പനിയും, പരീക്ഷ എഴുതാൻ പറ്റാത്ത വിധത്തിൽ പനിയും അസ്വസ്ഥതകളുമായിരുന്നു. എങ്കിലും ഞങ്ങൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എല്ലാ വിഷയത്തിനും A+ നൽകി ദൈവം അനുഗ്രഹിച്ചു. യേശുവെ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ കൂടി വചനവിരുന്നിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ദൈവിക ജ്ഞാനം നമ്മളിൽ അഭിഷേകമാകുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു 10 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പെട്ടെന്നൊന്ന് ചിന്തിച്ചു പോകുന്നതാണ്. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം, പുണ്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിലും വിശുദ്ധരുടെ അഭിപ്രായത്തിൽ പുണ്യങ്ങളുടെ രാജ്ഞിയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് എളിമ. പുണ്യങ്ങളുടെ പുണ്യമായിട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് അഭിഷേകമായിട്ട്, അല്ലെങ്കിൽ അഭിഷേകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിഷേകമായിട്ട് നമ്മൾ കാണേണ്ടതാണ് ദൈവിക ജ്ഞാനത്തിൻ്റെ അഭിഷേകം. ഒരു വചനഭാഗം ഈ കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കും. സഭാപ്രസംഗൻ, ബുക്ക് ഓഫ് എക്ലേസിയാസ്റ്റസ്, സഭാപ്രസംഗൻ 9ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കവിടെ ഒരു സംഭവം കാണാൻ പറ്റും. ഒരു വശത്ത് വളരെ ശക്തനായ ഒരു രാജാവ്, പക്ഷേ ഭടന്മാരും അതുപോലെ തന്നെ യുദ്ധം ചെയ്യാൻ സമർത്ഥനായിട്ടുള്ള വ്യക്തികളും ഒക്കെയായി വരുന്ന, പാരാവാരത്തോടുകൂടി വരുന്ന ശക്തനായ ഒരു രാജാവ്. മറുവശത്ത് നമ്മൾ കാണുക നിർധനനായ ഒരു ജ്ഞാനി. അവന് സമ്പത്തോ ആൾബലമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവനാകപ്പാടെയുള്ള അവൻ്റെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത് ജ്ഞാനം, ദൈവിക ജ്ഞാനം. ഈ സഭാപ്രസംഗൻ 9ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വചനഭാഗങ്ങളിലൂടെ ധ്യാനാത്മകമായി നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയും. സമ്പത്തിനേക്കാളും ആൾബലത്തെക്കാളും
ഈ ലോകത്തിന് നൽകാവുന്ന മറ്റെന്തിനേക്കാൾ വിലപ്പെട്ടതാണ് ദൈവിക ജ്ഞാനം. വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-7 അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ അവിടെ നമുക്ക് മനസ്സിലാകും. ദൈവിക ജ്ഞാനത്തിൻ്റെ വിലയെക്കുറിച്ച്, ദൈവിക ജ്ഞാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7 അധ്യായം 28 വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, ദൈവം മറ്റെന്തിനേക്കാൾ ഉപരിയായി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. അപ്പം അതുകൊണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തിന് നമ്മൾ യോഗ്യരാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവിക ജ്ഞാനം സമ്പാദിക്കുക. ഇതിൻ്റെ വില മനസ്സിലാക്കിയാൽ ഇതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് പറ്റും. പ്രിയപ്പെട്ടവരെ, ആരോഗ്യം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഷേപ്പ്, ശരീരത്തിൻ്റെ സൗന്ദര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിലമതിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അവർ ചുമ്മാ കിട്ടുന്നതെല്ലാം വാരി വലിച്ച് ഭക്ഷിച്ചെന്ന് വരില്ല. അത് എൻ്റെ സൗന്ദര്യം കളയുന്ന, ആരോഗ്യം കളയുന്ന കാര്യങ്ങൾ, വായിക്ക് രുചിയുള്ള കാര്യങ്ങളാണെങ്കിലും എനിക്കത് വേണ്ടാന്ന് പറയും. അങ്ങനെയെങ്കിൽ ദൈവിക ജ്ഞാനത്തിൻ്റെ വില മനസ്സിലാക്കിയ വ്യക്തികൾക്ക് അജ്ഞാനം സമ്പാദിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ എളുപ്പമായിരിക്കും. ഒരുപക്ഷെ അവർക്ക് സുഖം നൽകിയ, സന്തോഷം നൽകിയ, നേട്ടങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങളായിരിക്കാം. പക്ഷേ ജ്ഞാനസമ്പാദനത്തിന് അത് തടസ്സമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ജീവിതത്തിൽ നിന്നും അവ മാറ്റിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഈ വിഷയം വെച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാവുന്ന ഒരു 10 കാര്യങ്ങൾ, 10 വചനഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ജ്ഞാനസമ്പാദനത്തിന് തടസ്സമായി നിൽക്കുന്ന ഒന്നാമത്തെ കാര്യമായിട്ട് നമുക്ക് കാണാവുന്നത് ജീവിത വ്യഗ്രത. ചിലരെ കാണാൻ സാധിക്കും, അവരിങ്ങനെ സദാ ഓരോ പ്രവൃത്തികളിലും മുഴുകിയിരിക്കുന്നത് കൊണ്ട് ഒരു കാര്യം കഴിയുമ്പോൾ അടുത്ത കാര്യം, അങ്ങനെ ഓടി നടന്ന് നിരവധി കാര്യങ്ങൾ ചെയ്യുന്നവർ, വളരെ ഉത്സാഹത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഒരു തെറ്റ് കടന്നു വരാമെന്ന്. ജീവിത വ്യഗ്രത നമ്മെ നയിച്ചുകൊണ്ടിരുന്നാൽ ദൈവിക ജ്ഞാനത്തിന് അത് തടസ്സമാകാം. പ്രഭാഷകൻ്റെ പുസ്തകം 38 അധ്യായത്തിൻ്റെ 24 വചനം തരുന്ന സന്ദേശം അതാണ്. പ്രഭാഷകൻ 38 അധ്യായത്തിൻ്റെ 24 വചനം നൽകുന്ന സന്ദേശം. അപ്പം അതുകൊണ്ട് ദൈവിക ജ്ഞാനമുള്ളവരായി നമ്മൾ മാറണമെങ്കിൽ ജീവിത വ്യഗ്രത നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കണം. നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 34-35 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെയും പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനാ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങൾ, അവ ദൈവിക ജ്ഞാനം സമ്പാദിക്കുന്നതിനും തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളാണ്. ഈ വചനഭാഗം തരുന്ന സന്ദേശം ഇതാണ്: സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. ജീവിത വ്യഗ്രത ഇവ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് പോലെ തന്നെ ദൈവിക ജ്ഞാനം സമ്പാദിക്കുന്നതിന് നമ്മളിൽ തടസ്സം സൃഷ്ടിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, പ്രഭാഷകൻ 6 അധ്യായം 20 വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ, മാത്രമല്ല ഹെബ്രായ ലേഖനം അതിൻ്റെ 12 അധ്യായത്തിൽ 7 മുതലുള്ള വചനഭാഗം, ഈ വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ സന്ദേശം വ്യക്തമാണ്. ശിക്ഷണത്തോടുള്ള വിമുഖത ആരും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, വെട്ടിയൊരുക്കപ്പെടുന്ന കാര്യം. ശിക്ഷണങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യം, വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്ന കാര്യം, അതിനോട് മറുതലിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ചില പരാജയങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ചില വേദനകൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ, ചില രോഗാവസ്ഥകൾ നമ്മളെ തേടി വരുമ്പോൾ അത് എടുക്കേണ്ടതുപോലെ എടുക്കാൻ പറ്റാതെ പോകുന്നവർ, അങ്ങനെയുള്ളവർക്ക് ദൈവിക ജ്ഞാനം
സമ്പാദിക്കാൻ സാധിച്ചെന്ന് വരില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 7 മുതലുള്ള വചനങ്ങൾ, ശിക്ഷണം ലഭിക്കാത്ത മക്കൾ ശരിക്കും ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളാകില്ല. ശിക്ഷണം ലഭിക്കാത്തവർ ജാരസന്തതികളായിരിക്കും. നമ്മളാരും ആ ഒരു ഗണത്തിൽപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല. അപ്പം അതുകൊണ്ട് തന്നെ ശിക്ഷണത്തോടുള്ള നമ്മുടെ വിമുഖത നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമ്പോഴാണ് ദൈവിക ജ്ഞാനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്: പാപത്തിൻ്റെ അടിമത്തം. നമ്മൾ ഏതാനും വചനഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്നും, സുഭാഷിതങ്ങളിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്: പാപത്തിന് അടിമയായ ശരീരത്തിൽ ദൈവിക ജ്ഞാനം പ്രവേശിക്കില്ല. അപ്പം അതുകൊണ്ട് പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികൾക്ക് ദൈവിക ജ്ഞാനത്തിൻ്റെ അഭിഷേകം പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്ന്. നമ്മളെന്ന് പാപത്തിൽ നിന്ന് മുക്തരാകുന്നുവോ, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരുന്നുവോ, അപ്പോഴാണ് ദൈവിക ജ്ഞാനം, ദൈവം തരുന്ന ആ ഒരു ജ്ഞാനം, അതിൻ്റെ അഭിഷേകം ഏറ്റെടുക്കാനുള്ള യോഗ്യത നമുക്കുണ്ടാകുന്നത്. 5-ാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇതാണ്: ദൈവത്തെ സ്നേഹിക്കാത്തവർക്ക് ജ്ഞാനത്തിൻ്റെ അഭിഷേകം ലഭിക്കില്ല. ദൈവത്തെ സ്നേഹിക്കാത്തവർക്ക്. പ്രഭാഷകൻ 1-ാം അധ്യായം പ്രത്യേകിച്ച് 10-ാമത്തെ വചനം, അതിന് മുമ്പ് പറയുന്ന വചനഭാഗങ്ങളുമൊക്കെ ഈ ഒരു കാര്യത്തിലേക്കാണ് വെളിച്ചം വീശുക. പ്രത്യേകിച്ച് 10-ാമത്തെ വചനം, പ്രഭാഷകൻ 1:10 പറഞ്ഞിരിക്കുന്നത്, തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഈ സമ്പത്ത്, ജ്ഞാനസമ്പത്ത് വളരെ എളുപ്പത്തിൽ നൽകുന്നു എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ നിന്നും ഈ ദൈവിക സമ്പത്ത് ഏറ്റെടുക്കേണ്ടതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ദൈവത്തെ സ്നേഹിക്കുക, സ്നേഹത്തിൽ വളരുക. ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള സ്നേഹത്തിൽ നമ്മൾ വേരുപാകി അടിയുറയ്ക്കുമ്പോൾ അവിടെ നമുക്ക് സമ്മാനമായിട്ട് നൽകപ്പെടുന്നതാണ് ദൈവിക ജ്ഞാനം എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ഒരു കാര്യത്തിൽ വീഴ്ച വരാതെ സ്നേഹത്തിൽ നമ്മൾ ഉത്തരോത്തരം വളരണം, തെളിയണം. അപ്പോൾ ദൈവിക ജ്ഞാനത്തിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കും എന്നുള്ളത് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇതാണ്: ഹീനമായ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് ദൈവിക ജ്ഞാനം ലഭിക്കില്ല. നിങ്ങൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനം വായിക്കുമ്പോൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 23-ാമത്തെ വചനം: ഹീനമായ പ്രവൃത്തികൾ ചെയ്യുന്നവരുടെ ജീവിതത്തിലേക്ക് ദൈവിക ജ്ഞാനം ചേക്കേറില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മഹോന്നതമായ കാര്യങ്ങളാണോ, ദൈവത്തിന് പ്രീതികരമായിട്ടുള്ള കാര്യങ്ങളാണോ, അതോ ഹീനമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർ ചെയ്യില്ലാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവിക ജ്ഞാനത്തിൻ്റെ അഭിഷേകം നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചെന്ന് വരില്ല. ഇതുമായിട്ട് വളരെ ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ് അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അതാണ് മലിനമായ കാര്യങ്ങൾ ചെയ്യുന്നത്. 6-ാമത്തെ കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ് മലിനമായ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വചനം വായിക്കുമ്പോൾ അതിൻ്റെ കാതലായ സന്ദേശം ഇതാണ്: മലിനമായ ഒന്നിനോടും ജ്ഞാനത്തിന് ഒരു പ്രതിബദ്ധത ഉണ്ടായിരിക്കില്ല. എന്ന് പറഞ്ഞാൽ മലിനമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളുമായിട്ട് ചേർന്ന് പോകുന്നതല്ല ദൈവിക ജ്ഞാനം. നമ്മൾ വസിക്കുന്നത് മലിനതയിലാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മലിനതയാണെങ്കിൽ നമ്മളിലേക്ക് ദൈവിക ജ്ഞാനത്തിന് പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് അത്രയും വ്യക്തതയോടെ
കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, മലിനമായ ഒന്നിലും ദൈവിക ജ്ഞാനം പ്രവേശിക്കില്ല. പ്രിയപ്പെട്ടവരെ, അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, കുടിലമാനസർക്കും വികടഭാഷണിക്കും ദൈവിക ജ്ഞാനം സമ്പാദിക്കാൻ പറ്റില്ല. ഒരു വചനഭാഗം വളരെ വ്യക്തമായിട്ട് സുഭാഷിതങ്ങൾ 17-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം പഠിപ്പിക്കുന്ന അതാണ്. സുഭാഷിതങ്ങൾ 17:20 പറഞ്ഞിരിക്കുന്നത്, കുടിലമാനസർ, ചിലർ എവിടെ ഇരുന്നാലും അവരുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് കുടില ചിന്തകളാണ്. അങ്ങനെയുള്ളവർക്ക് ദൈവിക ജ്ഞാനം സമ്പാദിക്കാൻ സാധിക്കില്ല എന്ന്. അതുപോലെ തന്നെ വികടഭാഷണി, ചില സംസാരം കേൾക്കുമ്പോഴേ നമുക്കറിയാം, ഒരുപക്ഷെ അവർ ശ്രവിക്കുന്നവരെ തകർക്കുന്ന രീതിയിലുള്ള സംഭാഷണ രീതികൾ, വികടമായ ചില സംഭാഷണങ്ങൾ, അങ്ങനെയുള്ളവർക്ക് ദൈവിക ജ്ഞാനം സമ്പാദിക്കാൻ സാധിക്കില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു 3 കാര്യങ്ങൾ 2 വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ 2 വചനങ്ങളിലായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം വചനങ്ങളാണ്. പ്രഭാഷകൻ 15-ൽ 7ഉം 8ഉം വചനങ്ങൾ നമ്മൾ ദൈവിക ജ്ഞാനം സമ്പാദിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന 7ാമത്തെ കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്, ഭോഷന്മാർക്ക് ദൈവിക ജ്ഞാനം ലഭിക്കില്ല എന്നുള്ളത്. ഭോഷന്മാർക്ക്. അപ്പം അതുകൊണ്ട് ഭോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ, ഭോഷന്മാർ സഞ്ചരിക്കുന്ന പാതയിലൂടെ സഞ്ചരിക്കാതെ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ദൈവികമായിട്ടുള്ള ആ പാതയിലൂടെ സഞ്ചരിക്കാനും പറ്റണം. എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുടെ മാർഗം, സത്യത്തിൻ്റെ മാർഗം, അങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ മനസ്സുറപ്പിച്ചവർക്കാണ് ദൈവിക ജ്ഞാനത്തിൽ വളരാൻ പറ്റുക. ഇത് നന്നേ ചെറുപ്പത്തിൽ നമ്മൾ ആരംഭിച്ച് പ്രായമാകുമ്പോഴും നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ് ദൈവിക ജ്ഞാനത്തിൻ്റെ സമ്പാദനം. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ദൈവികമായിട്ട് ചിന്തിച്ച് ജ്ഞാനികളെപ്പോലെ, അല്ലെങ്കിൽ ബുദ്ധിയുള്ളവരെ പോലെ, സ്നേഹമുള്ളവരെ പോലെ, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരെ പോലെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. 9ാമത്തെ കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്, കപട ഹൃദയത്തിൽ, അഹങ്കരിക്കുന്ന ഹൃദയത്തിൽ ദൈവിക ജ്ഞാനം പ്രവേശിക്കില്ല എന്നുള്ളത്. അഹങ്കാരികളുമായിട്ട് ജ്ഞാനത്തിനൊരു ബന്ധവുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കാപഠ്യത്തിൽ കഴിയുന്ന വ്യക്തി, കപടത നിറഞ്ഞ ഒരു ഹൃദയം, അതിലേക്ക് ദൈവിക ജ്ഞാനം പ്രവേശിക്കില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സത്യസന്ധമായിട്ട് ജീവിക്കാൻ, എളിമയോടുകൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവിക ജ്ഞാനമാകുന്ന നിധി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നത്. 10ാമത്തെ കാര്യം ഇതാണ്, നുണയന്മാർക്ക് ദൈവിക ജ്ഞാനം ലഭിക്കില്ല. ജ്ഞാനസമ്പാദനത്തിന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സത്യസന്ധമായിട്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളത്. പ്രഭാഷകൻ 4:28 നമ്മൾ വായിക്കുന്ന കാര്യമാണ്, മരിക്കേണ്ടി വന്നാൽ പോലും സത്യം കൈവിടരുത് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും സത്യസന്ധത പാലിക്കുക. അങ്ങനെയുള്ളവരുടെ കൂടെ കർത്താവ് വസിക്കും. കർത്താവ് കൂടെ വസിക്കുമ്പോൾ അവർക്കാണ് ദൈവിക ജ്ഞാനം സമ്പാദിക്കാൻ സാധിക്കുന്നത്. ഈ 10 കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിലേതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനസമ്പാദനത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ മേഖലകളെ പ്രത്യേകം സമർപ്പിച്ച് ഒരു വിശുദ്ധീകരണവും വിടുതലും കിട്ടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ജ്ഞാനനിധി സമ്പാദിച്ചവരായി ദൈവത്തിന് മുമ്പിൽ അഭിമാനപൂർവ്വം നിലകൊള്ളുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലിരുന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരഭിഷേകം ദൈവത്തിൽ നിന്ന് ഏറ്റെടുക്കാൻ ആഗ്രഹിച്ച് ഇപ്പോൾ ദിവ്യകാരുണ്യത്തോടൊപ്പം ഈ സമയം ചിലവഴിക്കുകയാണ്. നമ്മൾ കണ്ടു ദൈവിക ജ്ഞാനത്തിൻ്റെ വില. ദൈവിക ജ്ഞാനത്തിൻ്റെ അഭിഷേകം വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന നേട്ടങ്ങൾ. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഈ ആരാധനയുടെ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് നമ്മിൽ ഒരു വിശുദ്ധീകരണം സംഭവിക്കാനാണ്. ദൈവിക ജ്ഞാനം സമ്പാദിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും 8-10 കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ വചന വെളിച്ചത്തിൽ എടുത്ത് ധ്യാനിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ആ മേഖലകളിലേക്കെല്ലാം കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ തിരുരക്തം കടന്നു വന്ന് ഒരു വിശുദ്ധീകരണം നടക്കുവാൻ, അത് നമ്മെ ഒരു അഭിഷേകത്തിലേക്ക് നയിക്കുവാൻ, ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തിലേക്ക് നയിക്കുവാൻ, ആ അഭിഷേകം നമ്മുടെ ജീവിതത്തെ സമൂലം മാറ്റുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അല്പസമയം ദിവ്യകാരുണ്യത്തിലേക്കൊന്ന് നോക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ സ്നേഹത്തോടെ ദൈവത്തെ നമ്മളൊന്ന് നോക്കിയാൽ മതി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 28-ാമത്തെ വചനം പറയുന്നുണ്ട്, മറ്റെന്തിനേക്കാൾ ഉപരിയായി ദൈവം ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ജ്ഞാനത്തെ സ്നേഹിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെയും ദൈവം ഒരുപാട് സ്നേഹിക്കുന്നവനാണ്. കർത്താവേ, ഭൗതികമായ നേട്ടങ്ങൾ, എൻ്റെ ജീവിതം, ഈ ലോക ജീവിതം എളുപ്പമാകാൻ എന്നെ സഹായിക്കുന്ന കുറച്ച് നേട്ടങ്ങൾ, അതല്ല, അതിനുപരിയായിട്ട് ചിന്തിച്ചുകൊണ്ട് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന സമയം ഞങ്ങൾക്ക് വേണ്ടത് ഉന്നതമായൊരു അഭിഷേകം. ഞങ്ങൾക്ക് വേണ്ടത് അതിന് തടസ്സമായി നിൽക്കുന്ന പാപത്തിൻ്റെ കെട്ടുകൾ, എല്ലാ അശുദ്ധിയും ഞങ്ങളിൽ നിന്ന് വിട്ടുമാറണം. അങ്ങ് വചനത്തിൽ ഞങ്ങളെ ഓർമ്മിപ്പിച്ചല്ലോ, ഹീനമായ ഒന്നിലും ജ്ഞാനം വസിക്കില്ല, മലിനമായ ഒന്നിലേക്കും ദൈവിക ജ്ഞാനം കടന്നു വരുന്നില്ല. ഈശോയെ, ഞങ്ങളുടെ ചിന്ത കൊണ്ടും ഞങ്ങളുടെ സംസാരം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടുമൊക്കെ ഒത്തിരി പാപത്തിൻ്റെ മാലിന്യത്തിലേക്ക് വീഴാൻ ഞങ്ങൾക്കിട വന്നിട്ടുണ്ട്. ഹെബ്രായർ 12:14 അങ്ങ് പറയുന്നുണ്ടല്ലോ, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധ്യമല്ല. 15 അങ്ങ് പറയുന്നുണ്ട്, വിദ്വേഷം മൂലം നിങ്ങളിൽ പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നു. കർത്താവേ, ഈ രീതിയിലുള്ള അശുദ്ധി, ലൈംഗിക അശുദ്ധി, അങ്ങനെയുള്ള എന്തെങ്കിലും ഈ ജ്ഞാന സമ്പാദനത്തിന് ഞങ്ങളിൽ തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളിൽ നിന്നും അവിടുന്ന് എടുത്തു മാറ്റി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈ വിശുദ്ധീകരണം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ തുറക്കാം. വിശുദ്ധ കുർബാനയിലേക്ക് നമ്മുടെ ചിന്തകളും കരങ്ങളും എല്ലാം ഉയർത്തി ദൈവത്തെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനത്തിൻ്റെ യോഗ്യതയാൽ കർത്താവെ എന്നെ വിശുദ്ധീകരിക്കണമേ. അതിലൂടെ ജ്ഞാന സമ്പാദനത്തിന് യോഗ്യത നേടുവാൻ കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നും ജീവിക്കുന്ന കർത്താവേ, ജ്ഞാന സിംഹാസനത്തിൽ വാഴുന്ന കർത്താവേ, ഞങ്ങൾ ഒന്നുയർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സഹായം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അഭിഷേകം ആഗ്രഹിച്ച് ഞങ്ങൾ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെ ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുക. മറ്റു ചില വ്യക്തികൾ നിങ്ങളെ പറഞ്ഞേൽപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങളായിരിക്കാം. നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങൾ, കുടുംബത്തിൻ്റെ അവസ്ഥകൾ, മനസ്സിൻ്റെ അവസ്ഥകൾ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. കാരുണ്യവാനായ കർത്താവേ, പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ അങ്ങയുടെ വചനം കേട്ട് കർത്താവെ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വലതുകരം, കരുത്തുറ്റ കരം, സഹായിക്കുന്ന കരം, സുഖപ്പെടുത്തുന്ന കരം ഈ മക്കളുടെ മേൽ നീട്ടി അവിടുന്ന് ഇവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശിരസ് നമിച്ച് വിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. പരിശുദ്ധ പരമകാരുണ്യമേ, ഉള്ളിൽ